തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. പഴയതുറ പുരയിടം പുല്ലുവിളയിൽ തദ്ദയൂസാണ് മരിച്ചത്. ഒരാളെ കാണാതായിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിയ 5 അംഗ സംഘം സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞത്. കഴക്കൂട്ടം പുല്ലാട്ടുകരി ലക്ഷം വീട്ടിൽ സിന്ധുവിന്റെ വീട് പൂർണ്ണമായും അവിടെ തകർന്നിരിക്കുന്നു. വീട്ടിലുള്ളവർക്ക് നിസ്സാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. നെടുമങ്ങാട് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പത്തനംതിട്ടയിൽ 18 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ വ്യാപകമായ നാശമാണ് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രൻ ചേരുന്നു. സനിസ, തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് കാര്യമായ പ്രശ്നങ്ങളുള്ളത്? ഒപ്പം തന്നെ നിങ്ങളുടെ റീജിയനിൽ പത്തനംതിട്ടയിലടക്കം ഇപ്പോഴും കാര്യമായ മഴ പെയ്യുകയാണോ? അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? തെക്കൻ ജില്ലകളിലും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് നിഷാദ് ഉണ്ടായിരിക്കുന്നത്. കഴക്കൂട്ടം പുല്ലാട്ടുകരി ലക്ഷം വീട് കോളനിയിൽ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ മഴയിൽ ഒരു വീട് പൂർണ്ണമായി തകർന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. ഇവിടെ കഴക്കൂട്ടം പുല്ലാട്ടുകരി സിന്ധുവിന്റെ വീടാണ് ഇന്നലെ പെയ്ത മഴയിൽ മരം വീണ് പൂർണ്ണമായി തകർന്നത്. ഈ സംഭവ സമയത്ത് ഇവർ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ പരിക്കുകളോടെ അപകടങ്ങൾ വലിയ രീതിയിൽ ഇവർക്ക് സംഭവിക്കാതെ ഇവർ രക്ഷപ്പെടുകയായിരുന്നു. നമ്മുടെ കൂടെ സിന്ധു ചേരുന്നുണ്ട്. ചേച്ചി, എന്തായിരുന്നു ഇന്നലെ? ഒരു 9:45 കറണ്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കൊച്ചുമോന് പാല് കാച്ചണം. അനിയത്തി ഉണ്ടായിരുന്നു. അവൾ ഒരു സർജറി കഴിഞ്ഞ് ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ അവരെ മോന് വേണ്ടി പാല് കാച്ചാൻ വേണ്ടി പോകുകയായിരുന്നു. അപ്പോഴാണ് ഒരു മോൻ ഇങ്ങോട്ട് ഓടിയപ്പം ഞാൻ പറഞ്ഞു ചെവിര് ഇടിയാറായി മരമൊക്കെ നിൽക്കൊണ്ട് പേടിയായിരുന്നു. അങ്ങോട്ടൊന്നും പോവല്ലേ, വെളിയിലോട്ട് നിൽക്കാൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങളങ്ങനെ അവൻ്റെ പിറകെ വരികയായിരുന്നു. അപ്പോഴാണ് ഇടിഞ്ഞ് കറണ്ടും ഇല്ലായിരുന്നു. നിങ്ങൾ ഈ സംഭവ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ദൈവത്തിന്റെ അനുഗ്രഹം. ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. താമസിക്കാൻ പറ്റൂല. ഇപ്പൊ ഞാൻ സഹോദരന്റെ വീട്ടിൽ പോത്തങ്കോട് പോയിട്ട് അവിടെ നിന്നാണ് വന്നത് രാവിലെ. മുന്നോട്ടുള്ള കാര്യം വാടക വീട് വല്ലതും തിരക്കണം. പഞ്ചായത്തിലെ കോർപ്പറേഷൻ ഒരു കൗൺസിലറെ വിളിച്ച് പറഞ്ഞതുവരെ വന്നില്ല. അങ്ങനെ വില്ലേജ് ഓഫീസിൽ പോകാൻ പറഞ്ഞിരുന്നു. അതാണ് നിഷാദ്. ഇവർ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ച ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് പല മേഖലകളിലും ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നെടുമങ്ങാട് വീടിന് മുകളിൽ മരം വീണിരുന്നു. ബസ്സിന് മുകളിലേക്ക് മരം വീണിരുന്നു. അതുതന്നെ ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്ത് ഒരു മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതായിരിക്കുകയാണ്. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ 3 പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ഒരാളെ ഇപ്പോഴും കാണാനില്ല. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇനി തുടരേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിഷാദ്. ശരി, സനിസ വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് പലയിടത്തും മഴക്കെടുത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു വീട് പൂർണ്ണമായും തകരുകയും കുടുംബാംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒപ്പം വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായിട്ടുണ്ട്. തെരച്ചിൽ തുടരുകയാണ്.